ഹായ് കുട്ടികളെ, നമുക്ക് മേൽക്കോണ് കീഴ്ക്കോണ് ചെയ്യുന്നതിന് മുമ്പ് ത്രികോണമിതിയിൽ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയി നോക്കാനുണ്ട്. ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെയാണ് ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുക എന്നതാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ന്യൂനകോണായ ത്രികോണം, അതായത് 90 ഡിഗ്രിയേക്കാൾ കുറവായ ഒരു ത്രികോണമാണ് എങ്കിൽ ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാമെന്നും, ഒരു കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുക എന്നുമാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ എ ബി സി എന്നാണെങ്കിൽ കോൺ എക്ക് എതിരെയുള്ള വശം ചെറിയക്ഷരം എ, കോൺ ബിക്ക് എതിരെയുള്ള വശം ചെറിയക്ഷരം ബി, കോൺ സിക്ക് എതിരെയുള്ള വശം ചെറിയക്ഷരം സി ആണ്. ഏതെങ്കിലും രണ്ട് വശങ്ങളും അവയുടെ ഉൾക്കോണും തന്നിരുന്നാലാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ കഴിയുക. എങ്ങനെ? രണ്ട് വശങ്ങളും അവയുടെ ഉൾക്കോണം. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് എ എന്ന വശവും സി എന്ന വശവും തന്നു, ബി എന്ന കോണും തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പരപ്പളവ് കാണാം? എയും ബിയും ആണ് വശങ്ങൾ തന്നത്, സി കോണ് തന്നാൽ എങ്ങനെ പരപ്പളവ് കാണാം? ബിയും സി വശങ്ങൾ തന്ന് എ കോണ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ പരപ്പളവ് കാണാം? ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണ് എങ്കിൽ എങ്ങനെയാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാം? ത്രികോണത്തിൻ്റെ പരപ്പളവ് അര തന്നിരിക്കുന്ന രണ്ട് വശങ്ങൾ, കോൺ എക്ക് എതിർവശം എ ആണ്, കോൺ സിക്ക് എതിർവശം സി ആണെങ്കിൽ അര എ സി സൈൻ തന്നിരിക്കുന്ന കോണ്. അതൊരിക്കലും എ സി ആവില്ല, ബി. തന്നിരിക്കുന്ന കോണ് നോക്കൂ, വലിയ അക്ഷരത്തിലാണ് ഇട്ടത്, വശങ്ങൾ ചെറിയ അക്ഷരത്തിലും ഇട്ടു. ത്രികോണത്തിന്റെ പരപ്പളവ്. ഇനി നിങ്ങൾക്ക് മറ്റു ഇക്വേഷൻസ് ഞാനൊന്ന് കാണിച്ചു തരാം. തന്നിരിക്കുന്ന വശം എയും ബിയും ആണെങ്കിൽ സൈൻ സി, ഇതാണ് ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ. അര ബി സി സൈൻ എ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് വളരെ സിമ്പിളായി ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ കഴിയും. അല്ല എങ്കിൽ നമ്മൾ എങ്ങനെ കാണേണ്ടി വരും? ഒരു രണ്ട് വശങ്ങൾ തന്നു, ഇത് 10 ഇത് 12 വശങ്ങൾ തന്നു എന്ന് വിചാരിക്കുക. ഇവിടുത്തെ കോണും തന്നു. നമ്മൾ ആ കോൺ ഉപയോഗിച്ച് ഈ കർണം ഉപയോഗിച്ച് എതിർവശം കണ്ടുപിടിക്കണം. സൈൻ ഉപയോഗിച്ച് എതിർവശം കാണാം. എതിർവശം ബൈ കർണം ഉപയോഗിച്ച് എതിർവശം കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലംബവശം കാണാൻ പറ്റും. എന്നിട്ട് അര ബി എച്ച്, അര പാദം ഇൻറ്റു ലംബം എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് സാധാരണ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാം. സൈൻ ഉപയോഗിച്ച് ഈ കോൺ ഉപയോഗിച്ച് എതിർവശവും കർണം ഉപയോഗിച്ച് എതിർവശം കണ്ടുപിടിച്ച് പരപ്പളവ് കാണാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പെട്ടെന്നായി എന്ന് പറയാം. ഇനി 90 ഡിഗ്രിയേക്കാൾ കൂടുതലായ ഒരു കോൺ വന്നു കഴിഞ്ഞാൽ കോൺ എക്ക് എതിരെയുള്ള വശം ചെറിയക്ഷരം എ, സിക്ക് എതിരെയുള്ള വശം ചെറിയക്ഷരം സി, ബി കോണുമാണ് തന്നതെന്ന് വിചാരിക്കുക. 90നേക്കാൾ കുറവായ ഒരു കോണാണ് ബി എങ്കിൽ പരപ്പളവ് കാണാൻ, ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ നിങ്ങൾ എടുക്കേണ്ട ഇക്വേഷൻ അര തന്നിരിക്കുന്ന വശം എയും സിയും സൈൻ തന്ന കോണ് ബി ആണ്. അത് എന്ത് ചെയ്യണം? 180ൽ നിന്ന് കുറച്ചിട്ട് എഴുതണം. ഇനിയിപ്പോൾ ഞാൻ ബി കോണാണ് 90നേക്കാൾ കൂടുതലായി തന്നത്. ഇനി എ കോണാണ് നിങ്ങൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ അര ബി സി സൈൻ 180 മൈനസ് എ. കോണുകളൊക്കെ വലിയ അക്ഷരത്തിൽ ഇടണം, വശങ്ങളൊക്കെ ചെറിയ അക്ഷരത്തിൽ എഴുതാം. അര എ ബി സൈൻ 180 മൈനസ് സി. ഈ ഇക്വേഷനാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 90നേക്കാൾ കുറവായ ഒരു ത്രികോണം ഉപയോഗിച്ചിട്ടും 90നേക്കാൾ കൂടുതലായ ഒരു കോണുള്ള ത്രികോണം ഉപയോഗിച്ചിട്ടും പരപ്പളവ് കാണാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് വെച്ച് ചെയ്ത് നോക്കുക. ഞാൻ അതേ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കണ്ടോളൂ. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററുമാണ്. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ, അവയ്ക്കിടയിലുള്ള കോൺ 40 ഡിഗ്രിയുമാണെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ത് എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം അതിൽ തന്നെ പറയുന്നു, ഇതേ വശങ്ങളും ഒരു കോൺ 140 ഡിഗ്രിയുമായ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര എന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യനും. രണ്ട് വശങ്ങൾ 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ, അവയ്ക്കിടയിലുള്ള കോൺ 140 ഡിഗ്രിയുമാണെങ്കിൽ ആ ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്, ഒരു ഉൾക്കോണും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണാം? ഞാൻ ഈ ത്രികോണത്തിന് ആദ്യം ഒരു പേര് കൊടുത്തു, എ ബി സി. കോൺ എക്ക് എതിരെയുള്ള വശം സ്മോൾ ലെറ്റർ എ, സിക്ക് എതിരെയുള്ള വശം സ്മോൾ ലെറ്റർ സി. നോക്കൂ, കോൺ എക്ക് എതിരെയുള്ള ചെറിയക്ഷരത്തിൽ എ എന്ന് കൊടുത്തു, സിക്ക് എതിരെയുള്ള ചെറിയക്ഷരത്തിൽ സി എന്ന് കൊടുത്തു, കോൺ ബിയും. അപ്പൊ എങ്ങനെയാണ് ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് ഒന്ന് ഓർത്ത് നോക്കൂ. അര തന്നിരിക്കുന്ന വശം അര എ സി സൈൻ തന്ന കോൺ സൈൻ ബി,
അര ഇൻറ്റു തന്നിരിക്കുന്ന വശങ്ങൾ 6ഉം 8ഉമാണ്. 6 ഇൻറ്റു 8 ഇൻറ്റു സൈൻ ബി തന്നിരിക്കുന്ന കോണ് 40. 6ൽ 2 കൃത്യമായി ഹരിക്കാൻ പറ്റും, അതുകൊണ്ട് ഹരിച്ചു. 6ൽ 2 3, 1 3 3, 3 8 24 ഇൻറ്റു സൈൻ 40ൻ്റെ വില 0.64. 64ഉം 24ഉം ഗുണിക്കാം. 64 24 ഗുണിച്ചാൽ 4 4 16 ശിഷ്ടം 1, 4 6 24 1 25, 2 4 8, 6 2 12. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15 36. 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. 15.36 സെമിയാണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. സിമ്പിൾ അല്ലേ? ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ നോക്കാം. ത്രികോണ എ ബി സി എന്നെഴുതി കോൺ എക്ക് എതിരെയുള്ള വശം ചെറുശ്ര എ, കോൺ സിക്ക് എതിരെയുള്ള വശം ചെറുശ്ര സി കൊടുത്തു. ബി കോണുമാണ് തന്നിട്ടുള്ളത്. ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ അര എ സി തന്നിരിക്കുന്ന വശം എ സി സൈൻ 180 മൈനസ് ബി. അര ഇൻറ്റു എ വശം 6, സി 8, സൈൻ 180 മൈനസ് ബി. 180 മൈനസ് 140 ചെയ്തിട്ട് 40 എന്ന് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം നോക്കൂ. ഈ ത്രികോണത്തിൻ്റെ ഈ സ്റ്റെപ്പ് മുതലും ഈ ത്രികോണത്തിൻ്റെ ഈ സ്റ്റെപ്പ് മുതലും എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും പരപ്പളവുകൾ ഒന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഇതിങ്ങനെയല്ലേ ചിത്രം, ഇതിങ്ങനെയല്ലേ എന്നുള്ള. ആ കൺഫ്യൂഷൻ മാറ്റാൻ ഈ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത 6, ഇവിടെയും പാത 6. ഇവിടെ ഉയരം നോക്കിക്കോളൂ കേട്ടോ. ഉയരം ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഉയരമായി എടുക്കുക, ഹാഫ് BH. അല്ലാതെ ചെരിച്ചെടുക്കുന്നതല്ല, ഇങ്ങനെ കുത്തനെ എടുക്കണം. ഇവിടെ അതുപോലെ തന്നെ 6ൽ 2 3, 1 3 3, 3 8 24 ഇൻറ്റു സൈൻ 40ൻ്റെ വില എഴുതി 0.64. റിപ്പീറ്റ് ചെയ്ത് ഗുണിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. 64 24 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി 4 4 16, 4 6 24 1 25, 2 4 8, 6 2 12, 6 13 ശിഷ്ടം 1 5. 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ ഇത്രയും സെമിയാണ് ഇതിൻ്റെ പരപ്പളവ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? ത്രികോണത്തിൻ്റെ പരപ്പളവ് സിമ്പിളാണ്, പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. എപ്പോഴും ചെയ്ത് പഠിക്കണം.